ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. റിലാക്സ് ആൻഡ് വാക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ആക്ച്വലി എൻ്റെ കിയ കാരൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വണ്ടി എടുത്തപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വണ്ടിയെക്കുറിച്ചുള്ള റിവ്യൂസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ആക്ച്വലി മെയിനായിട്ട് ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ 2 വർഷമായി. എല്ലാ വിധത്തിലും ടോട്ടലി സാറ്റിസ്ഫൈഡ്. വണ്ടിയുടെ ഇപ്പോൾ മൈലേജ് ആണെങ്കിലും ശരി, മൈലേജ് അങ്ങനെ ഓവറായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല, ഒരു 10 to 12 ആ റേഞ്ചാണ്. പിന്നെ മറ്റേ ഡ്രൈവിംഗ് കംഫർട്ടാണെങ്കിലും ശരി, സീറ്റിംഗ് കംഫർട്ടാണെങ്കിലും ശരി, എല്ലാവർക്കും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണിത്, കിയ കാരൻസ്. അപ്പം ഇതിൽ റീസെൻ്റായിട്ട് എനിക്ക് കഴിഞ്ഞ മാസം ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അപ്പോൾ അതിലൊരു ഇഷ്യൂ വന്നു. ഇഷ്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന ഭാഗമില്ല, ഈ താഴത്തെ ഈ ബട്ടണുകളുണ്ടല്ലോ, സോ ഈ ബട്ടണുകൾ താനെ ആക്ടിവേറ്റ് ആവും. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നൊന്നുമില്ല. അതായിട്ട് ഇതിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റ് ആയതുകൊണ്ടാണ് സ്ക്രീൻ മാറിയത്. അല്ലാണ്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ള എല്ലാം, ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ താഴെ ഈ കാണുന്ന ബട്ടൺസ് എല്ലാം ഇവിടെ മുതൽ ഇനി ഇവിടെയും കൂടെ കുറച്ച് ബട്ടൺസ് വരും. ഇതെല്ലാം താനെ ഇങ്ങനെ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ ഗോസ്റ്റ് ടച്ച് എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പം ഈ ടച്ച് സ്ക്രീനിൻ്റെ പ്രോബ്ലം ആണത്. അപ്പോൾ ഇതിൻ്റെ ടച്ച് സ്ക്രീനിന് എനിക്ക് ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇഷ്യൂ ഇതാണ്, ഈ ബട്ടണുകൾ താനെ അങ്ങ് മാറും. അപ്പോൾ നമ്മൾ മാപ്പ് ഇട്ടേക്കുകയാണെങ്കിൽ ചിലപ്പോൾ മ്യൂസിക്കിലേക്ക് പോകും, കോളിലേക്ക് പോകും, ചിലപ്പോൾ ആരെങ്കിലും വിളിക്കാൻ തുടങ്ങും തന്നെ, അല്ലെങ്കിൽ സെറ്റിങ്സിലേക്ക് പോകും, സെറ്റിങ്സ് മാറും തന്നെ. അങ്ങനെ പല ഇഷ്യൂസ്, നോട്ടിഫിക്കേഷൻ കൊണ്ട് വരും. സോ അങ്ങനെ പല ഇഷ്യൂസ്. അപ്പം ഇങ്ങനെ ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു, കിയയുടെ സർവീസ് സെൻറ്ററിൽ പോയിരുന്നു. അവരെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നോക്കട്ടെ, നമ്മളുടെ വണ്ടി എടുത്തുകൊണ്ട് പോയി എന്തോ അപ്ഡേറ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ശരിയായി കാണും, നിങ്ങൾ നോക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ വീണ്ടും അതുപോലെ പ്രശ്നം അത് തന്നെ ആയിരുന്നു. പക്ഷേ 2 ദിവസം യൂസ് ചെയ്യുന്നിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ 2 ദിവസം യൂസ് ചെയ്ത് നോക്കിയപ്പോഴും ഇതേ പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ വണ്ടി ഞാൻ വീണ്ടും കൊണ്ടുപോയി അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു വണ്ടി 2 ദിവസത്തേക്ക് ഇവിടെ വേണം, ഞങ്ങൾ സെറ്റ് അഴിച്ച് നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി 2-3 ദിവസം അവിടെ കിടന്നു. സെറ്റൊക്കെ അഴിച്ച് നോക്കിയിട്ട് പിന്നെ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സെറ്റ് മാറ്റിയേ പറ്റുള്ളൂ, ഇതിൻ്റെ ടച്ച് സ്ക്രീൻ പോയി, അപ്പം ഇത് സെറ്റ് മാറ്റാൻ വന്നിട്ട് 40,000 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ ഏപ്രിലാണ് 2 വർഷം ആകുന്നത്. മെയിലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അപ്പം അതിങ്ങനെ 2-3 പ്രാവശ്യമായിട്ടൊക്കെ പോയി വന്നപ്പോഴത്തേനും ജൂണായി. അപ്പം അത് സെറ്റ് മാറ്റണം, 40 രൂപ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വാറണ്ടി ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ മാറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് അവർ പറയുന്നത് ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് വാറണ്ടി വന്നിട്ട് 2 വർഷത്തേക്കേ ഉള്ളൂ. വണ്ടിക്ക് 3 വർഷമുണ്ട്. അതല്ലാണ്ട് നമ്മൾ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കുകയാണെങ്കിൽ അതൊരു 2 വർഷം കൂടെ കിട്ടും, മൊത്തം 5 വർഷം വരും. ഈ 5 വർഷം എക്സ്റ്റൻഡഡ് വാറണ്ടി കൂടെ ഉൾപ്പെടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ സെറ്റിന് ആദ്യത്തെ 2 വർഷം മാത്രമേ വാറണ്ടി ഉള്ളൂ. അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോളുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ തുടക്കത്തിലേ കാണുകയാണെങ്കിൽ അപ്പം തന്നെ കൊണ്ടുപോയി ഈ വാറണ്ടി പീരീഡിനുള്ളിലാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്തോളുക. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും, മനസ്സിലായില്ലേ? ഇപ്പം എനിക്കതാണ് പറ്റിയത്. ഇപ്പം 40,000 രൂപ കാരണം ഇതിൻ്റെ ആക്ച്വലി ഡിസ്പ്ലേ മാത്രം മാറ്റിയാൽ മതി. അതിന് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് തനിയൊന്നും മാറ്റാൻ പറ്റില്ല, പിന്നെ ഇത് സർവീസ് ചെയ്യാനും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സെറ്റ് എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർവീസ് ഒന്നും ചെയ്യാൻ പറ്റാവുന്ന സെറ്റ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. ശരി, എന്തായാലും അത് അപ്പോൾ 40,000 രൂപ കൊടുത്ത് വീണ്ടും ഇത് തന്നെ വാങ്ങിച്ച് വെക്കുന്നതിനൊക്കെ ശരിയെന്ന് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് വേറെ ഏതെങ്കിലും നല്ലൊരു ആൻഡ്രോയിഡ് സെറ്റ് വാങ്ങിച്ച് വയ്ക്കാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങ് വന്നു. അപ്പോൾ വന്നിട്ട് പിന്നെ നമുക്കറിയാവുന്നൊരു ആളിൻ്റെ അടുത്ത് ഇത് കൊണ്ട് കാണിച്ചപ്പോൾ ഇത് നമുക്കൊന്ന് സർവീസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പുള്ളി അഴിച്ചെടുത്ത് നോക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ടച്ച് സ്ക്രീനിനകത്ത് എന്തോ ഇഷ്യൂ ആണ്, മാറ്റുന്നതായിരിക്കും ബെറ്റർന്ന് പുള്ളിയും കൈ ഒഴിഞ്ഞു. അപ്പോൾ അതാണ് പിന്നെ എനിക്ക് ഡൽഹിയിൽ ഒരു കോൺടാക്റ്റ് കിട്ടി.
ഈ ഓഡിയോ കാർ സ്റ്റീരിയോ സർവീസ് സെൻ്ററാണത്. അപ്പം അവരുടെ പുള്ളിയുടെ ഒരു കോൺടാക്ട് കിട്ടി എൻ്റെ ഒരു സുഹൃത്ത് മുഖേന. അപ്പോൾ പുള്ളിയായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു. അങ്ങനെ വീഡിയോ കോളിൽ പ്രശ്നം കാണിച്ചപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഇത് സർവീസ് ചെയ്താലൊന്നും ശരിയാവുന്നില്ല, അതൊക്കെ മാറ്റുന്നതായിരിക്കും നല്ലത്. അതെ, ഇതാണ് സാധനം. പണ്ട് അവിടുന്ന് മേശയുടെ വലിപ്പിന്ന് നമ്മുടെ കിയയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പുള്ളി എടുത്ത് കാണിച്ചു. ഇതിന് 15,000 രൂപയാണ് വില. ഓക്കെ, അപ്പം അതല്ല സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സർവീസ് ചെയ്ത് നോക്കാം. അതിന് അങ്ങനെ ശരിയാകുകയാണെന്നുണ്ടെങ്കിൽ അത് 2,000 രൂപ വരും. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഇത് മാറ്റുന്നതായിരിക്കും, ഈ ഫ്രണ്ട് പാനൽ മാത്രം മാറ്റിയാൽ മതി എന്നും വേണ്ട പുള്ളിയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കിയാന്ന് എങ്ങനെയാണോ വരുന്നത് ആ വൈറ്റ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കിട്ടുമല്ലോ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ, അതേപോലെ തന്നെ ഉള്ള ഒരു ബ്രാൻഡ് ന്യൂ സാധനം പുള്ളി എടുത്ത് കാണിച്ചു. അപ്പം പിന്നെ എനിക്കത് ബെറ്ററായിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിലുള്ള ഏത് സെറ്റ്, എത്ര വില കൂടിയ സെറ്റ് വാങ്ങിച്ച് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫോൺ ഓഡിയോ ക്വാളിറ്റി വന്നിട്ട് ഉണ്ടാവില്ല, മൈക്കിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ അത് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മറ്റുള്ള കാര്യങ്ങൾ വീഡിയോയും കൊണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും, പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പം ഇതെനിക്കൊരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നി. അങ്ങനെ ഞാൻ പുള്ളിയെ ശരി ഓക്കെ സാധനം അയക്കാൻ പറഞ്ഞു. അങ്ങനെ സാധനം അയച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പ്രശ്നമില്ല. പക്ഷേ എന്തായാലും പേടിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം ഇത് ഇപ്പം എന്തുവാ, നമ്മൾ ഒരു ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനമാണ്, നമ്മൾ ആരാ എന്തോ ഒന്നും അറിയാതെ വാങ്ങിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് എത്ര നാൾ വരും, വർക്ക് ചെയ്യുമോ ഇല്ലയോ, വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പേടിയിലൊക്കെയാണ് സംഭവം വാങ്ങിച്ചത്. പക്ഷേ എന്തായാലും സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള സ്ക്രീനാണ്. നേരത്തെ ഇതിങ്ങനല്ല, ഞാൻ മുമ്പേ മറ്റേ വീഡിയോയിൽ കാണിച്ചില്ലേ. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് വണ്ടി ഓടിക്കുമ്പോൾ. നമ്മുടെ ശ്രദ്ധ മുഴുവൻ മാറും. ഇടയ്ക്കിടയ്ക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാ കാര്യങ്ങളും നല്ല പക്കായിട്ട് തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഇഷ്യൂ ആണ്, ഈ ഒരു 15,000 രൂപയ്ക്ക് തീരേണ്ട ഒരു ഇഷ്യൂ ആണ് അവർ 40,000 രൂപ വേണമെന്ന് പറഞ്ഞത്. ഇപ്പം ഈ സെറ്റ് ഇത് വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ പാനൽ ഇത്രയും, ഇത് മൊത്തത്തിൽ ഒറ്റ യൂണിറ്റാണ്. ഇങ്ങനെയാണ് വരുന്നത്, ഇത് പുതിയ സാധനം വരുന്നത്. അപ്പം ഇത് ഈ ടച്ച് സ്ക്രീൻ ഹോൾഡ് ചെയ്യുന്ന ഒരു പാനൽ മാത്രമാണ്. നമ്മുടെ സാധാരണ ആ സ്റ്റീൽ മറ്റേ ഒരു അലൂമിനിയം ടൈപ്പ് ഒരു ബോക്സ് മാതിരി വരുമല്ലോ, അത് ഉള്ളിൽ തനിയെ ഇരിപ്പുണ്ട്. അതും ഇതുമായിട്ടൊരു കേബിളുമായിട്ട് ബന്ധിപ്പിക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് തനിയെ മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ടും അവർ ഫുൾ സ്ക്രീൻ മാറ്റണമെന്നാണ് പറഞ്ഞത്. എന്തായാലും സംഭവം ഇപ്പോൾ മാറ്റി കിട്ടി. ഐ എം ഹാപ്പി. 15,000 രൂപ ചിലവായാലും സംഭവം ശരിയായി. പക്ഷേ ഞാനിപ്പം മെയിനായിട്ട് ഈ വീഡിയോ ഇടാൻ കാരണം എന്തുകൊണ്ടാണ് കിയായ്ക്ക് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് അതൊന്ന് ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ ശരിയാക്കുക, അല്ലെങ്കിൽ ആ ടച്ച് സ്ക്രീൻ മാത്രം മാറ്റുക, അതൊന്നും അല്ലാണ്ട് മൊത്തത്തിൽ ഈ സെറ്റ് മാറ്റിയെങ്കിലേ ഇത് ശരിയാവുള്ളൂ എന്ന് അവർ വാശി പിടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം കിയ അതിലൊക്കെ ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ. കാരണം അവരുടെ സർവീസിനെ കുറിച്ചൊന്നും എനിക്ക് ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. അതായത് വണ്ടിയുടെ നോർമൽ സർവീസിനെ കുറിച്ച് നമ്മളിപ്പം 3 സർവീസ് കഴിഞ്ഞു വണ്ടിയുടെ. അപ്പോൾ ഇത്രയും നാളായിട്ടും അങ്ങനെ ഒരു അഡീഷണൽ ഒരുപാട് സർവീസ് കോസ്റ്റോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഓരോ സർവീസും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 4,000 രൂപ 4,500 രൂപ ആ റേഞ്ചൊക്കെ വന്നിട്ടുള്ളൂ. വണ്ടി ഒന്ന് ഓഫ് ചെയ്തോട്ടെ. അപ്പം ആ റേഞ്ചൊക്കെ വന്നിട്ടുള്ളൂ നമുക്ക്, അല്ലാണ്ട് ഓവറായിട്ടുള്ള സർവീസ് കോസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം, ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നപ്പോൾ അത് കൈകാര്യം ചെയ്ത രീതി ഒരു കുറച്ചുകൂടെ നന്നായിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു. എനിവേ, വണ്ടിക്ക് ഈ പറഞ്ഞ പോലെ വണ്ടിയെക്കുറിച്ച് തീർത്തും ഐ എം സാറ്റിസ്ഫൈഡ് ആണ്. വേറെ ഒരു പ്രശ്നവും വണ്ടികൾക്കില്ല. ഏത് കയറ്റവും കയറും. പിന്നെ വണ്ടിയുടെ ഡ്രൈവിംഗ് സുഖമാണെങ്കിലും ശരി, സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ആ സീറ്റിംഗ് കംഫർട്ടാണെങ്കിലും ശരി, ഇതെല്ലാം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം മാത്രമാണ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് വന്നത്. അതെന്തായാലും സോൾവ് ചെയ്യാൻ കഴിഞ്ഞു, കിയ വഴി അല്ലെങ്കിൽ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്.
ശ്രദ്ധിച്ചോളുക, കിയയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, കിയയ്ക്കും ഹിണ്ടായിക്കും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ വാറണ്ടി ആദ്യത്തെ 2 വർഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു എന്ന് കരുതി ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ആയി കിട്ടുമൊന്നുമില്ല. അതിന് ആദ്യത്തെ 2 വർഷം മാത്രമേ ഉള്ളൂ വാറണ്ടി. ഓക്കെ, താങ്ക് യു.